പ്രിയ കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ പാഠം തിയറി ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ്, ഈ പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 8 എപ്പിസോഡുകളായി അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും ആ വിഷയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെ നമ്മൾ കാണുകയുണ്ടായി, അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയം ബിസിനസ് ഇടപാടുകളെ രേഖപ്പെടുത്തി അവയെ തീരുമാനങ്ങളെടുക്കാനുള്ള വിവരങ്ങളായി ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒന്നാണ്. ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. ബിസിനസ്സിനെ സംബന്ധിക്കുന്ന മർമ്മപ്രധാനമായ ഈ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് വിശേഷിപ്പിച്ചത്. ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ബിസിനസ് സംബന്ധമായി തീരുമാനമെടുക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ് അക്കൗണ്ടിങ്. അവർക്ക് തീരുമാനമെടുക്കാൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രയോജനപ്രദമായി മാറണമെങ്കിൽ നമ്മൾ കാണുകയുണ്ടായി, അതിന് പ്രധാനമായിട്ടും റിലയബിലിറ്റി, കമ്പയറബിലിറ്റി എന്നുള്ള ഗുണങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർ പ്രയോജനപ്രദമാകുകയുള്ളൂ. ഇത്തരത്തിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്പയറബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനവധി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യേണ്ടതിന് ആവശ്യതയുണ്ടാകുന്നത്. അക്കൗണ്ടിങ്ങിലെ വിവിധ തത്വങ്ങളും പ്രമാണങ്ങളുമാണ് തിയറി ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഏത് വിഷയമാണെങ്കിലും, ഏത് ഡിസിപ്ലിൻ, ഏത് പഠന വിഷയമാണെങ്കിലും നമുക്കറിയാം, അതിൻ്റേതായിട്ടുള്ള വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും അതിനുണ്ടാവും. അക്കൗണ്ടിങ്ങും ശാസ്ത്രീയമായ അടിത്തറയുള്ള വ്യക്തമായ തത്വങ്ങളും പ്രമാണങ്ങളുമുള്ള ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു പഠനശാഖ, പഠന വിഷയമാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിലെ വിവിധ തത്വങ്ങൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ എല്ലാമാണ് തിയറി ബേസ്ഡ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ നീഡ് ഫോർ തിയററ്റിക്കൽ ബേസിസ്? അപ്പോൾ ഏത് വിഷയത്തിനും എന്നതുപോലെ അക്കൗണ്ടിങ്ങിനും അതിൻ്റേതായിട്ടുള്ള തത്വങ്ങൾ, നിയമങ്ങൾ, പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അവയാണ് തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഈ തിയററ്റിക്കൽ ബേസിസിൻ്റെ ആവശ്യകത ഇത്തരത്തിലുള്ള വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രീയമായ രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യപ്പെടുകയും അവ ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് തീരുമാനമെടുക്കാൻ പ്രയോജനപ്രദമായി തീരുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, റിലയബിലിറ്റി, കമ്പയറബിലിറ്റി തുടങ്ങിയ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും വ്യക്തമായ നിയമങ്ങളും വ്യവസ്ഥകളും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിലയബിലിറ്റിയും കമ്പയറബിലിറ്റിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തിയററ്റിക്കൽ ബേസിസ് അക്കൗണ്ടിങ്ങിന് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. കാരണം ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത രീതിയിൽ
കണക്കുകൾ തയ്യാറാക്കപ്പെടുകയാണെങ്കിൽ, അല്ല യൂണിഫോമിറ്റി എന്നുള്ള ആ ഒരു മികവ്, മേന്മ അക്കൗണ്ടിങ്ങിൽ പാലിക്കുന്നില്ലെങ്കിൽ അതിന് റിലയബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ കണക്കുകൾ വിശ്വാസം വരില്ല. ഓരോ ബിസിനസ്സുകാരും അവർക്ക് തോന്നുന്ന രീതിയിലാണ് കണക്കുകൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിലൂടെ റിലയബിലിറ്റിയെയും കമ്പയറബിലിറ്റിയെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചില തത്വങ്ങൾ, പ്രമാണങ്ങൾ അക്കൗണ്ടിങ്ങിനും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ യൂണിഫോമായിട്ട് അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും കണക്കുകൾ തയ്യാറാക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ ഒരേപോലെ കണക്കുകൾ തയ്യാറാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരേ രൂപത്തിൽ ഒരേ തത്വങ്ങൾക്കും പ്രമാണങ്ങൾക്കും അടിസ്ഥാനമായി കണക്കുകൾ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ, അവിടെ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഒരേപോലെ കണക്കുകൾ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ അവിടെ അത് കൂടുതൽ വിശ്വാസയോഗ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ റിലയബിൾ ആയി തീരുകയുള്ളൂ, അവ കമ്പയർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ കാണുകയുണ്ടായി ഇൻ്റർഫേം കമ്പാരിസൺ. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് ഇൻ്റർഫേം കമ്പാരിസൺ. മറ്റ് സ്ഥാപനങ്ങളുടെ കണക്കുകളുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കണക്ക് കമ്പയർ ചെയ്യാൻ കഴിയണം. അപ്പോൾ കമ്പയറബിലിറ്റി എന്നുള്ള ഗുണം അത് ഇൻ്റർഫേം കമ്പാരിസൺ ആണെങ്കിലും ഇൻട്രാഫേം കമ്പാരിസൺ ആണെങ്കിലും അവിടെ വിവിധ വർഷങ്ങളിൽ ഒരേ അക്കൗണ്ടിങ് രീതികൾ, തത്വങ്ങൾ, പ്രമാണങ്ങൾ അനുവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങൾ ഒരേപോലുള്ള അക്കൗണ്ടിങ് രീതികളും തത്വങ്ങളും അവലംബിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിലും അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും സമാനത കൈവരിക്കുക, അല്ലെങ്കിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിയററ്റിക്കൽ ബേസിസ് ആയിട്ടുള്ള തത്വങ്ങൾ, പ്രമാണങ്ങൾ അക്കൗണ്ടിങ്ങിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. The theory base of accounting consists of principles, concepts, rules and guidelines developed over a period of time. അനവധി കാലഘട്ടങ്ങളായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തത്വങ്ങൾ, സങ്കല്പങ്ങൾ, നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. So the theory base of accounting consists of various principles, അനവധി തത്വങ്ങൾ, and also concepts, പല സങ്കല്പങ്ങൾ, പല അനുമാനങ്ങൾ, and also various rules, ഒരുപാട് നിയമങ്ങൾ, and also various guidelines, പല മാർഗനിർദ്ദേശങ്ങൾ, which are developed over a period of time, കാലഘട്ടങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഇത്തരം തത്വങ്ങൾ, സങ്കല്പങ്ങൾ, നിയമങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉൾച്ചേരുന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ടു ബ്രിങ് എ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ടു ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അവിടെ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിന്, ആ അക്കൗണ്ടിങ് പ്രോസസ്സിന് യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും, അവിടെ യൂണിഫോമിറ്റി വേണം. എല്ലാവരും ഒരേ രൂപത്തിൽ തയ്യാറാക്കണം, ഒരേ രീതികൾ അവലംബിക്കണം. അവിടെ യൂണിഫോമിറ്റി ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ തിയററ്റിക്കൽ ബേസിസിന് പിന്നിലുള്ളത്. അക്കൗണ്ടിങ് പ്രോസസ്സിൽ, അതായത് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിലും അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും സമാനതകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു സ്ഥിരത കൈവരിക്കണം. ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് തിയററ്റിക്കൽ ബേസിസ് നിർദ്ദേശിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ്ങിന്. എന്തിനു വേണ്ടിയിട്ട്? എൻഹാൻസ് ഇറ്റ്സ് യൂട്ടിലിറ്റി ടു ഡിഫറെൻറ്റ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് അവ പ്രയോജനപ്രദമായി മാറണം. അപ്പോൾ അവർക്ക് തീരുമാനമെടുക്കുന്നതിന് സഹായമായിട്ടുള്ള രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മാറേണ്ടതുണ്ട്.
അപ്പോൾ അവിടെ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും കൈവരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിയററ്റിക്കൽ ബേസിസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസിനെയാണ് പൊതുവിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത്. കാരണം കാലഘട്ടങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന തത്വങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ആയിട്ട് മാറുന്നത്. സോ ദ തിയററ്റിക്കൽ ബേസിസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന അനവധി തത്വങ്ങൾ, പ്രമാണങ്ങൾ അക്കൗണ്ടിങ്ങിലുണ്ട്. ഈ തത്വങ്ങൾ, പ്രമാണങ്ങളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. സോ the theoretical basis mainly consists of generally accepted accounting principles. In short form, it is called as GAAP, GAAP. GAAP, GAAP എന്ന ചുരുക്കപ്പേരിലാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയപ്പെടുന്നത്. അല്ലെ, അക്കൗണ്ടിങ്ങിൻ്റെ തിയററ്റിക്കൽ ബേസിസിനെ പൊതുവിൽ പറയുന്ന പേരാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഗ്യാപ്പ് അഥവാ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ റെലവൻസിനെ കുറിച്ച് നമ്മൾ കണ്ടു, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ്. ഹിയർ സർട്ടൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ബൈ അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകവ്യാപകമായിട്ട് അക്കൗണ്ടന്റുമാർ കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടി അംഗീകരിച്ചിരിക്കുന്ന ചില പൊതുവായിട്ടുള്ള തത്വങ്ങളുണ്ട്. ഈ പൊതു തത്വങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ യൂണിഫോമിറ്റി ഇൻ ദ അക്കൗണ്ടിങ് പ്രൊസീജിയർ ആൻഡ് മെത്തേഡ്സ്. അക്കൗണ്ടിങ് നടപടിക്രമങ്ങളിൽ, രീതികളിൽ യൂണിഫോമിറ്റി, ഏകതാനത കൊണ്ടുവരിക അല്ലെങ്കിൽ സമാനത കൊണ്ടുവരിക, ഒരേ രൂപത്തിൽ എല്ലാവരും കണക്കുകൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് ഒരേ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരേ രീതികൾ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുക. അവിടെ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചില പൊതുവായിട്ടുള്ള ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ചില തത്വങ്ങൾ, പ്രമാണങ്ങൾ അക്കൗണ്ടിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത്. അവയാണ് എന്ത് പറയുക? ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് അറിയപ്പെടുന്നത്. ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആർ യൂഷ്വലി ടേംഡ് ആസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് തത്വങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ്. അവ ചില നിയമങ്ങളാണ്, അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കാനും അതിനെ ബേസ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും. അപ്പോൾ ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കാനും അവയെ അടിസ്ഥാനമാക്കി അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുമുള്ള അടിസ്ഥാന പ്രമാണങ്ങളാണ്, അല്ലെങ്കിൽ നിയമങ്ങളാണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണെന്ത്? ഗ്യാപ്പ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ റെഫേർഡ് ആസ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ഇവയെ പലപ്പോഴും കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇവ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് അസംഷൻസ് ആണ്, അക്കൗണ്ടിങ്ങിൻ്റെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അനുമാനങ്ങളാണ്. അതുകൊണ്ട് ഇവയെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവയെ കൺവെൻഷൻസ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയാറുണ്ട്. കാരണം ട്രഡീഷണലായിട്ട് കാലാകാലങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് അക്കൗണ്ടന്റുമാരുടെ അവരുടെ പ്രാക്ടീസിൽ നിന്ന്, അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാരായിട്ട് ജോലി ചെയ്തുകൊണ്ടുള്ള പരിചയത്തിൽ നിന്ന്, അല്ലെങ്കിൽ പൊതുവായിട്ട് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന കീഴ്വഴക്കങ്ങളിൽ നിന്ന്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസിൽ നിന്നും എമർജ് ചെയ്തിട്ടുള്ളതാണ് പലതും. അപ്പോൾ അവയ്ക്ക് പാരമ്പര്യമായിട്ടുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് അവയെ വേണമെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമുക്ക് വിശേഷിപ്പിക്കാം. ആ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസിൻ്റെ ഒരു തുടർച്ചയാണത്. അല്ലെങ്കിൽ കാലഘട്ടങ്ങളായിട്ട് അക്കൗണ്ടിങ് പ്രാക്ടീസിലൂടെ, അക്കൗണ്ടിങ് പ്രൊഫഷണൽസിൻ്റെ ഇടപെടലുകളിലൂടെ, അക്കൗണ്ടിങ് ബോഡീസ്
അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA പോലെയുള്ള, ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയെ പോലെയുള്ള അക്കൗണ്ടിങ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പരമോന്നത സമിതികൾ ഇടപെട്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളവയാണ് ഇത്തരം പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്. അതിനു പുറമെ ഗവൺമെൻറ് റെഗുലേഷനിലൂടെ, നിയമ പിൻബലത്തിലൂടെ വന്ന അനവധി അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 13 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 15 ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. അവയെ വേണമെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് എന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്ന് വിശേഷിപ്പിക്കാം. 13 പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, സെക്കൻഡ്ലി മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, തേർഡ് വൺ ഈസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഓർ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ്. Seventh one is revenue recognition concept or revenue realization concept. Eighth one is matching concept. Then full disclosure concept. 10th one is consistency concept. 11th one is conservatism or prudence concept. Next one is materiality concept and last one is objectivity concept. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും 13 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഗ്യാപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. ഇവ കാലഘട്ടങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളവയാണ്. തന്നെയുമല്ല, അവിടെ പ്രൊഫഷണൽ ബോഡീസിൻ്റെ അക്കൗണ്ടിങ് സമിതികളുടെ, പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റുമാരുടെ, ഗവൺമെൻറ് റെഗുലേഷൻസിലൂടെയൊക്കെ അല്ലെങ്കിൽ നിയമ പിൻബലത്തിലൊക്കെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്ന തത്വങ്ങളാണിവ. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിനും അവയെ അടിസ്ഥാനമാക്കി സാമ്പത്തിക രേഖകൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഈ തത്വങ്ങൾ അല്ലെങ്കിൽ ഈ പ്രമാണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരമുള്ള ജനറൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ് ആണ് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. അവ എല്ലാ കാലത്തും അതേപടി സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകാത്ത തത്വങ്ങളല്ല. അപ്പം മാറ്റങ്ങൾക്ക് വിധേയമാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ചുകൊണ്ട്, റിവൈസ് ചെയ്തുകൊണ്ട് ഇവ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലവ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ തത്വങ്ങൾ നിലവിൽ വരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ശാസ്ത്രീയ തത്വങ്ങൾ പോലെ അത്ര സ്റ്റാറ്റിക് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നവയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ഈ പ്രധാനപ്പെട്ട 13 തത്വങ്ങൾ ഇനി തുടർന്ന് പഠിക്കാം. അതിലൊന്നാമത്തെ അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് നമുക്കറിയാം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ദ എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഈസ് ഡിഫറൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഉടമസ്ഥനും ബിസിനസ്സും രണ്ടാണെന്നുള്ള സങ്കല്പമാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഉടമസ്ഥനും ബിസിനസ്സും വേറിട്ട രണ്ട് എൻറ്റിറ്റീസാണ്. എൻറ്റിറ്റി എന്താണ് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. തനതായ നിലനിൽപ്പുള്ള എന്തിനേയും നമുക്കൊരു എൻറ്റിറ്റി എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ
പ്രതിപാദിക്കുന്നത് ബിസിനസ്സും അതിൻ്റെ ഉടമസ്ഥനും രണ്ട് എൻറ്റിറ്റീസാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇടപാടുകളും ഉടമസ്ഥൻ്റെ സ്വകാര്യ ഇടപാടുകളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ബിസിനസ്സിൻ്റെ കണക്കുകളിൽ ഒരു കാരണവശാലും ഉടമസ്ഥൻ്റെ സ്വകാര്യ ഇടപാടുകൾ കാണിക്കേണ്ടതില്ല. കാരണം ബിസിനസ്സും ഉടമസ്ഥനും രണ്ടാണ്. ദേ ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ഉടമസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് തനതായ നിലനിൽപ്പ് ബിസിനസ്സിനുണ്ട് എന്നാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന തുക അതിനെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കുകയുണ്ടായി. ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന തുക അതിനെ പ്രത്യേകമായിട്ട് കണക്കിൽ രേഖപ്പെടുത്തുന്നു. എന്തായിട്ട്? മൂലധനമായിട്ട്, ക്യാപിറ്റലായിട്ട് അതിനെ കണക്കിലെഴുതുന്നു. ബിസിനസ്സിലേക്ക് പണം വായ്പ നൽകിയ ഒരു വ്യക്തിയെ പോലെയാണ് തീർച്ചയായിട്ടും അക്കൗണ്ടിങ്ങിൽ ഉടമസ്ഥനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന തുകയെ ഒരു ബാധ്യത എന്ന നിലയിൽ അവിടെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റീസ് എല്ലാം ഉൾക്കൊള്ളിക്കുന്നത്. അതിനെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നു. കാരണം ബിസിനസ്സും ഉടമസ്ഥനും രണ്ടാണ്. അതുകൊണ്ട് ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവന്നാലും അതിനെ രേഖപ്പെടുത്തി വെക്കണം. അതിനെ ഓണേഴ്സ് എക്വിറ്റി എന്ന നിലയിൽ ഓണർക്ക് ബിസിനസ്സിലുള്ള അവകാശമായിട്ട് അതിനെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് അതുകൊണ്ട് ഉൾക്കൊള്ളിക്കുന്നത്. പുറമേ ഉള്ളവരോടുള്ളൊരു ബാധ്യതയാണ് നമുക്കറിയാം ലയബിലിറ്റി എന്ന് പറയുന്നത്, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയാണ്. എന്നാൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ടാണ് കണക്കിലെഴുതുന്നത്. കാരണം ഉടമസ്ഥനും ബിസിനസ്സും രണ്ടാണെന്നുള്ള സങ്കല്പമാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. അതുപോലെ ഉടമസ്ഥൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് പണമോ സാധനങ്ങളോ അസറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയും കണക്കിൽ രേഖപ്പെടുത്തണം ഡ്രോവിങ്സ് ആയിട്ട്. അത് ഓണേഴ്സ് ഇക്വിറ്റിയിൽ കുറവ് വരുത്തും. ആ ഡ്രോവിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ട ഒരു ഇനമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ക്യാപിറ്റലിനെയും ഡ്രോവിങ്സിനെയും കണക്കിലെടുക്കുന്നത് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ചാണ്. അല്ലെങ്കിൽ ക്യാപിറ്റലിനെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഉടമസ്ഥൻ്റെ സ്വകാര്യ ഇടപാടുകൾ ബിസിനസ് ഇടപാടുകളുമായിട്ട് കൂട്ടിക്കലർത്തി കണക്കിലെഴുതാൻ പാടില്ല. കാരണം ബിസിനസ്സും ഉടമസ്ഥനും രണ്ടാണ്. ദേ ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് അക്കൗണ്ടിങ്ങിൽ മാത്രമാണ് ബിസിനസ്സിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ളത്. ഉടമസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് തനതായ നിലനിൽപ്പ് ബിസിനസ്സിനുള്ളത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരമാണ്. എല്ലാത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്കും നിയമപരമായിട്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. നിയമദൃഷ്ടിയിൽ അക്കൗണ്ടിങ്ങിൽ എല്ലാത്തരം ബിസിനസ്സിനും എന്തുണ്ട്? സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ വെളിച്ചത്തിൽ. എന്നാൽ നിയമദൃഷ്ടിയിൽ കമ്പനികൾക്ക് മാത്രമേ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങൾക്കോ പങ്കാളിത്ത സ്ഥാപനങ്ങൾക്കോ ഒന്നും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് നിയമദൃഷ്ടിയിലില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. അക്കൗണ്ടിങ്ങിൽ എല്ലാത്തരം ബിസിനസ്സിനും ഉടമസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് തനതായ നിലനിൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിനെ കുറിച്ചാണ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പണപരമായിട്ട് അളക്കാൻ കഴിയുന്നത് മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയൂ എന്നുള്ള ആശയമാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. Transactions that can be measured in terms of money only are recorded in the books of accounts. നമ്മൾ കണക്കിൽ രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് മുഴുവനും മോണിറ്ററി ടേംസിലാണ്. പണപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കണക്കിൽ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്തുന്നുള്ളൂ എന്നുള്ള സങ്കല്പമാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പണപരമായിട്ട് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കണക്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ.
മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സ് മാത്രമേ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ പണപരമായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള മേന്മ എന്താണ്? എല്ലാ കാര്യങ്ങളും പണപരമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ രേഖപ്പെടുത്തൽ വളരെ അനായാസം ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ രേഖപ്പെടുത്തൽ നടത്താൻ കഴിയും. പണപരമായിട്ടുള്ള ഒരു പൊതു മാനദണ്ഡം എടുക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം ഓരോ വസ്തുവിനെയും ഓരോ ഇടപാടുകളെയും രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ സ്ഥലമാണെങ്കിൽ അതിനെ ഏക്കർ അല്ലെങ്കിൽ സെൻറ്റിൻ്റെ കണക്കിലായിരിക്കും നമ്മൾ അളവ് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ എണ്ണം, നമ്പർ ഓഫ് ചെയേഴ്സ്, ടേബിൾസ് അങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഗുഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇത്ര കിൻഡൽ, ഇത്ര ലിറ്റർ, ആ അളവുകോലിൽ പറയേണ്ടി വരും. എന്നാൽ നമുക്കറിയാം പണപരമായിട്ട് കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ ഒരു പൊതു മാനദണ്ഡമായിട്ട് പണം അവിടെ വർത്തിക്കുന്നു. സോ മണി ആക്ട് ആസ് എ കോമൺ ഡിനോമിനേറ്റർ by means of which heterogeneous facts can be expressed in uniform manner. അപ്പോൾ ഇവിടെ പണം ഒരു പൊതു മാനദണ്ഡമായിട്ട് വർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഒരു പൊതു രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഒരു പൊതു മാനദണ്ഡമായിട്ട് ഇവിടെ പണം മാറുകയാണ്. സോ മണി ആക്ട്സ് എ കോമൺ ഡിനോമിനേറ്റർ ബൈ മീൻസ് ഓഫ് വിച്ച് ഹെട്രോജീനിയസ് ഫാക്ട്സ്. ഒരു ബിസിനസ്സിൽ അനവധി തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നാനാവിധത്തിലുള്ള കാര്യങ്ങളെ, ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഫാക്റ്റുകളെ യൂണിഫോം മാനറിൽ ഒരേ രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ ഇവിടെ പണം ഒരു മാനദണ്ഡമാകുന്നതിലൂടെ കഴിയുന്നു. അപ്പോൾ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിനെ കണക്കിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കണക്കിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. സേ ഫോർ എക്സാമ്പിൾ, പുതിയൊരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള വർക്കേഴ്സാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളെ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം പണപരമായിട്ട് പ്രസ്താവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണവ. അതുകൊണ്ട് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ഒരു പരിമിതിയാണത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് കണക്കിലെടുക്കുമ്പോൾ മണി വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പരിഗണിക്കുന്നില്ല. നമുക്കറിയാം പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ മണി വാല്യൂ കുറഞ്ഞു വരുമ്പോൾ ആ കാര്യം കണക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്താലുള്ള പരിമിതികളാണ്. പല ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്, ബിസിനസ്സിനെ ബാധിക്കുന്ന പല ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെയും അല്ലെങ്കിൽ അതിനെ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാരണത്താൽ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. തന്നെയുമല്ല മണി വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, പണത്തിന് മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ മണി വാല്യൂ കുറഞ്ഞു വരുന്നതിനെ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ആണ്. എങ്കിലും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. ഒരു ബിസിനസ്സിന് തുടർച്ചയായ നിലനിൽപ്പുണ്ട് എന്നുള്ള സങ്കല്പമാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. The business will last for a long time. Business has a fairly long period of life in future. അപ്പോൾ ബിസിനസ്സിനൊരു നീണ്ട ലൈഫുണ്ട്. ബിസിനസ് ഉടനെ അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. ഒരു ബിസിനസ്സിനൊരു നീണ്ട ലൈഫുണ്ട്. അതിന് കൃത്യമായിട്ട് നിജപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ഇത്ര ലൈഫേ ഉള്ളൂ എന്ന്. അതിനൊരു ഇൻഡെഫിനിറ്റ് ലൈഫുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ഫെയർലി ലോങ് പീരീഡ് ഓഫ് ലൈഫ് ഇൻ ഫ്യൂച്ചർ. ഒരു ബിസിനസ്സിന് നീണ്ടകാല ലൈഫുണ്ട്. ആ ബിസിനസ് ഉടനെ ലിക്വിഡേറ്റ് ചെയ്യാനോ സോൾഡ് ഔട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. ആ ബിസിനസ് ഉടനെ അടച്ചുപൂട്ടാനോ
അല്ലെങ്കിൽ വിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിൽ അസറ്റിനെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ രേഖപ്പെടുത്തുന്നത്. എല്ലാ ഫിക്സഡ് അസറ്റിനെയും അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ രേഖപ്പെടുത്തുന്നു. ഏത് അസറ്റും അതിന് എത്ര മുടക്കുമുതലായിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര രൂപ മുടക്കിയിട്ടാണോ ആ അസറ്റ് വാങ്ങിയത്, ആ വിലയ്ക്കാണ് നമ്മൾ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ ലാൻഡ് വാങ്ങി 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി സ്ഥലം, ലാൻഡ് വാങ്ങി. നമുക്കറിയാം വർഷം കഴിയുന്നതോറും ആ ലാൻഡിന് വില കൂടിക്കൂടി വരുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് അതിനെ കണക്കിൽ രേഖപ്പെടുത്താറുള്ളത്. സാധാരണ ആ 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അത് കണക്കിൽ കാണിക്കുക. വരും വർഷങ്ങളിൽ ആ ലാൻഡിന് വില കൂടിയാലും ആ പുതുക്കിയ വില കണക്കിൽ ഉൾപ്പെടുത്തണമെന്നില്ല. കാരണം ഫിക്സഡ് അസറ്റിനെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിലാണ് രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ അതിനെന്തെങ്കിലും തേയ്മാന നഷ്ടമുണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് ആ കുറഞ്ഞ വില കണക്കിലെടുക്കാം. ബൈ ചാർജിങ് ഡിപ്രീസിയേഷൻ, അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക, തേയ്മാന ചെലവ്. ഇപ്പോൾ ഒരു മിഷനറി വാങ്ങി, 50,000 രൂപയ്ക്കുള്ള മിഷനറി വാങ്ങി, അത് ഉപയോഗിക്കും തോറും അതിൻ്റെ മൂല്യം കുറയും. ഒരു അസറ്റിന് മൂല്യശോഷണം സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിലയിൽ ഇടിവ് സംഭവിക്കുന്നതിനാണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മൂല്യക്ഷയം എന്ന് പറയുന്നത്. ആ അസറ്റിൻ്റെ വില കുറഞ്ഞു പോകുന്നു. അപ്പോൾ ആ മിഷനറി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന കാലയളവിൽ അതിന് തേയ്മാനം സംഭവിക്കുന്നതിലൂടെ, അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നതിലൂടെ അതിൻ്റെ മൂല്യം കുറയുന്നു. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കണ്ടു, കോസ്റ്റ് പ്രൈസിൽ അസറ്റിനെ കണക്കിൽ രേഖപ്പെടുത്തുന്നു, അല്ലാതെ അത് വിറ്റാൽ കിട്ടുന്ന വിലയ്ക്കല്ല, മാർക്കറ്റ് പ്രൈസിലല്ല. എന്നാൽ അസറ്റിന് വില കുറയുന്നുണ്ടെങ്കിൽ മതിയായ തുക ഡിപ്രീസിയേഷൻ ചാർജ് കൊണ്ട് ആ കുറഞ്ഞ വില രേഖപ്പെടുത്താം. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിക്സഡ് അസറ്റുകളെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ കാണിക്കുന്നത്. ഒരിക്കലും അവയെ മാർക്കറ്റ് പ്രൈസിൽ അല്ല കാണിക്കുന്നത്. കാരണം ബിസിനസ് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് ഗോയിങ് ആണ് ആ കൺസേൺ. ആ സ്ഥാപനം തുടർന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഉടനെ അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ബിസിനസ്സിന് നീണ്ടിയൊരു ലൈഫുണ്ട്. അത് ഉടനടി അടച്ചുപൂട്ടാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നില്ല. എ ബിസിനസ് ഹാസ് ഫെയർലി ലോങ് പീരീഡ് ഓഫ് ലൈഫ് ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. ഒരു നീണ്ടകാല ലൈഫ് ബിസിനസ്സിനുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫിക്സഡ് അസറ്റ് കണക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ വേണം രേഖപ്പെടുത്താൻ, അല്ലാതെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിലല്ല. അത് വാങ്ങിയപ്പോൾ നമ്മൾ മുടക്കിയ തുക എത്രയാണോ ആ കോസ്റ്റ് പ്രൈസിലാണ് ആ അസറ്റിനെ രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ അതിപ്പോൾ വിറ്റാൽ കിട്ടുന്ന വിലയല്ല, മാർക്കറ്റ് പ്രൈസ് അല്ല കണക്കിലെടുക്കേണ്ടത്. ദെൻ ദ ഫോർത്ത് concept in accounting is accounting period concept. Accounting period concept. Here the accounting period means the period of interval for which accounts are prepared to know the profit or loss and the financial position of the business. നമ്മൾ കാണുകയുണ്ടായി ബിസിനസ്സിന് ഒരു നീണ്ട ലൈഫുണ്ട് എന്ന് കരുതി ബിസിനസ് അടച്ചുപൂട്ടുന്നത് വരെ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങളോ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാനോ കാത്തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിശ്ചിത കാലയളവിൽ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുകയും ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുകയും ചെയ്യണമെന്നാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഓരോ അക്കൗണ്ടിങ് പീരീഡ്, ആ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് അവിടെ കണക്കുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന കാലയളവാണ്. എത്ര കാലത്തിന് ശേഷമാണ് ആ ബിസിനസ്സിൻ്റെ ധനകാര്യ രേഖകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക രേഖകൾ തയ്യാറാക്കുന്നത്? നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ
ഫൈനൽ അക്കൗണ്ടുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന അത് ഏത് കാലയളവിൻ്റെ ഒടുവിലാണ്, അല്ലെ എത്ര കാലത്തിന് ശേഷമാണ്? സാധാരണ നമുക്കറിയാം തുടർച്ചയായ 12 മാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇയറാണ് സാധാരണ അക്കൗണ്ടിങ് പീരീഡായിട്ട് എടുക്കുന്നത്. കമ്പനീസ് ആക്ടിലും ഇൻകം ടാക്സ് ആക്ടിലൊക്കെ നിർദ്ദേശിക്കുന്നതും അവിടെ ഇയർലി അക്കൗണ്ടുകൾ തയ്യാറാക്കണമെന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് സാധാരണ ഇതിലെന്താണ് അക്കൗണ്ടിങ് ഇയർ ആയിട്ടാണ് എടുക്കാറ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴോ ഒക്കെ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരാറുണ്ട്. എങ്കിലും സാധാരണ എല്ലാ ബിസിനസ്സിലും അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്ന 1 വർഷമാണ്. കണ്ടിന്യൂസ് 12 months. At present we know in India the accounting year begins on April 1 and ends on March 31st. അപ്പോൾ ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പ്രതിപാദിക്കുന്നത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരു നിശ്ചിത കാലയളവിൻ്റെ അവസാനം ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുകയും ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുകയും ചെയ്യണമെന്നാണ്. കാരണം ബിസിനസ്സിന് നീണ്ട ലൈഫ് ഉണ്ടെങ്കിലും ആ നീണ്ട കാലം ബിസിനസ്സിൻ്റെ റിസൾട്ടോ ഫിനാൻഷ്യൽ പൊസിഷനോ അറിയാൻ ഉടമസ്ഥന് കാത്തിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പീരിയോഡിക് ഇൻ്റർവെൽസിൽ നിശ്ചിത കാലയളവുകളുടെ അവസാനത്തിൽ ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുകയും ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യണം. ഇതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബിസിനസ്സിൽ തുടർച്ചയായ 12 മാസങ്ങളായിരിക്കും. അക്കൗണ്ടിങ് ഇയറാണ് അക്കൗണ്ടിങ് പീരീഡായിട്ട് സാധാരണ എടുക്കാറുള്ളത്. ആ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നിർണ്ണയിക്കുന്നത്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ഫിനാൻഷ്യൽ പൊസിഷൻ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈമിലി ഇൻ്റർവെൽസിൽ ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കണമെന്നാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത്. ലോകവ്യാപകമായിട്ട് അക്കൗണ്ടിങ് പീരീഡ് ഏകീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അവ കലണ്ടർ ഇയർ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇന്ത്യയിലും. അക്കൗണ്ടിങ് പീരീഡ് അല്ലെ അക്കൗണ്ടിങ് ഇയർ ജനുവരി 1 ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്ന രീതിയിലുള്ള കലണ്ടർ ഇയർ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് അവിടെ ഫിനാൻഷ്യൽ ഇയറാണ് അക്കൗണ്ടിങ് ഇയറായിട്ട് പരിഗണിക്കുന്നത്. സാമ്പത്തിക വർഷം തന്നെയാണ് കണക്കെടുപ്പ് വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 4 കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ചർച്ച ചെയ്തത്. ആദ്യമായി നമ്മൾ കണ്ടു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഉടമസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് ബിസിനസ്സിന് തനതായ നിലനിൽപ്പുണ്ടെന്നുള്ള സങ്കല്പം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ബിസിനസ്സിനൊരു നീണ്ടകാല ലൈഫുണ്ട് എന്നുള്ളത്. ദെൻ നാലാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്തു അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. നിശ്ചിത കാലയളവിന് ശേഷം ഓരോ ബിസിനസ്സിൻ്റെയും ലാഭനഷ്ടങ്ങളും ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കണമെന്നുള്ളത്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.